ഹലോ, ഞാൻ ഇന്ന് ഒരു എന്ത് വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആരോ ഒരു കമൻ്റ് അയച്ചു, വാച്ച് എൻ്റെ കയ്യിലുള്ള വാച്ച് കളക്ഷൻസ് കാണിച്ചു തരുമോ ചോദിച്ചിട്ട്. കുറേ വാച്ചൊന്നുമില്ല, ഒരു 4-5 വാച്ചുകളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കാണിച്ചു തരാമെന്ന്. കണ്ടൻറ്റിന് ദാരിദ്ര്യമായിട്ട് ഇരിക്കുകയായിരുന്നു ഞാൻ, എന്ത് ചെയ്യണമെന്നറിയാതെ. ഇന്നാണെങ്കിൽ മോൻ എക്സാം കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിപ്പിക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. വലിയ ആൾ പിന്നെ 10th ആയതുകൊണ്ട് അവന് ക്ലാസ്സാണ്, പിന്നെ അവൻ്റെ പിന്നാലെ നടക്കാറുമില്ല ഞാൻ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എൻ്റെ കയ്യിലുള്ള കുറച്ച് വാച്ച് കളക്ഷൻസൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചു. പറന്ന് വന്ന് ഞാൻ ഇരുന്നു, വേഗം ഒരു ലിബാം വിട്ടു, ഒന്ന് കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചിങ്ങനെ കണ്ണെഴുതി. ഹേ, 4 ആൾ കാണാനുള്ളതല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു മോശമാക്കണ്ടെന്ന്, ഇങ്ങനെ മതി, വല്ലാണ്ട് മേക്കപ്പ് ചെയ്യാൻ എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ വന്നതാണ് കേട്ടോ വാച്ചുകൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, എനിക്ക് ആദ്യമായിട്ട് ഓരോരുത്തർക്കും ഓരോ സമയത്ത് ഓരോന്നും കിട്ടിയതിൻ്റെ ഒക്കെ ഒരു ഓർമ്മകൾ ഉണ്ടാവില്ലേ. അതേപോലെ എനിക്ക് എൻ്റെ കയ്യിൽ ഞാൻ ആദ്യമായിട്ട് വാച്ച് കിട്ടുന്നത്, ഉത്സവപ്പറമ്പെന്നൊക്കെ കളർ വാച്ചുകൾ വാങ്ങിയിട്ടുണ്ടാവാം, പക്ഷേ ഒരു നല്ലൊരു വാച്ച്, വർക്ക് ചെയ്യാത്ത നല്ലൊരു വാച്ച് ഞാൻ കിട്ടുന്നത്, അതായത് ടൈറ്റാൻ്റെ ഒരു വാച്ച്. അമ്മയ്ക്ക് കല്യാണത്തിന് ആരോ ഗിഫ്റ്റ് ചെയ്തൊരു വാച്ച്. ഞാനൊരു 7-ലോ 8-ലോ എന്തോ പഠിക്കുമ്പോഴാണ് ഞാൻ ആ വാച്ച് എടുത്ത് കിട്ടുന്നത്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഒക്കെ കഴിഞ്ഞിക്കണം, മീൻസ് വർക്ക് ചെയ്യാതെ കഴിഞ്ഞാൽ അതിനെന്തൊക്കെയോ നഷ്ടപ്പെടുമല്ലോ, മീൻസ് അതിനെന്തൊക്കെയോ ചീത്തയാവുമല്ലോ. അപ്പോൾ അത് നന്നാക്കാൻ പറ്റില്ല. അത് അന്ന് ബാറ്ററി എല്ലാം ബാറ്ററി ഇടുമല്ലോ അല്ലേ, ഞാൻ എന്താ പറയുന്നത്, എന്തോ ആവട്ടെ. എന്തായാലും അത് ആ വാച്ച് ടൈറ്റായിട്ട് കിട്ടണം. അതുവരെ ഇങ്ങനെ നമ്മളെ ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ കിട്ടണം, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ടൈം കാണുന്ന വാച്ചില്ലേ, എല്ലാവരും ഓർത്തൊക്കെ ഇങ്ങനെ പച്ച കളറും ചുവപ്പ് കളറും പിങ്ക് കളറിലൊക്കെ ഉള്ള വാച്ചുകൾ, ഫാൻസിന്ന് വാങ്ങണ വാച്ചില്ലേ, അതൊക്കെ കെട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനത്തെ വാച്ച് കെട്ടിയത് എനിക്ക് ഓർക്കുന്നില്ല. അല്ലാതെ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടൊരു നല്ല വാച്ച് കിട്ടുന്നത് അമ്മേൻ്റെ വാച്ചാണ്. അമ്മയ്ക്ക് കല്യാണത്തിന് കിട്ടിയ വാച്ച് അതെന്നെ ഞാൻ കിട്ടുമ്പോഴേക്ക് വർക്ക് ചെയ്യാതെ, എന്നാലും വേണ്ടില്ല, ആ വാച്ച് കെട്ടാനുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ ആ വാച്ച് കെട്ടിയിട്ട് വലിയ സ്റ്റൈലാക്കിയിട്ട് സ്കൂളിൽ പോയതൊരു ഓർമ്മ ഉണ്ട്. സമയം ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതൊക്കെ ഒരു കാലം. അന്ന് വാച്ച് വാങ്ങിത്തരുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിലയാണെന്നുള്ളൊരു മാനസികമായിട്ടുള്ളൊരു ടെൻഷനെ കൊണ്ട് ഞാൻ ഇന്ന് വരെ വാച്ച് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അന്ന് നമ്മളെ ക്ലാസ്സിലുള്ള അധികം ഈ മുസ്ലിം കുട്ടികൾക്കാണ് വാച്ചുകൾ കണ്ടത്. കാരണം അവർക്ക് ഈ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ വളരെ കൗതുകത്തോടു കൂടി ഞാൻ വാച്ച് നോക്കി നിന്നിട്ടുണ്ട് 8-ലൊക്കെ പഠിക്കുന്ന സമയത്ത്. അന്നൊന്നും എൻ്റെ കയ്യിൽ ഈ വാച്ചേ ഉള്ളൂ കേട്ടോ, എനിക്ക് വാച്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് നല്ലൊരു വാച്ച് കിട്ടുന്നത് സിറ്റിസൻ്റെ വാച്ചാണ്. അതൊരു ഗോൾഡൻ സ്ട്രാപ്പിൽ കുഞ്ഞി ഡയലായിട്ട് എനിക്ക് എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ ഓപ്പോള്, ചെറിയോപ്പോളെന്ന് ഞാൻ കുറേ വീഡിയോസിൽ ഓപ്പോളെ കണ്ടിട്ടുണ്ടാവും, മാളുവിൻ്റെ അമ്മ ഓപ്പോളാണ് എനിക്ക് ആദ്യമായിട്ടൊരു നല്ല വാച്ച് ഞാൻ കിട്ടുന്നത്. മീൻസ് വർക്ക് ചെയ്യുന്ന വാച്ച്, സിറ്റിസൺ പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ വാച്ച്. അത് അച്ഛൻ്റെ സിസ്റ്റർ ഹസ്ബൻഡ്, അത് വിജയേട്ടൻ ഇന്തോനേഷ്യയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ കുറേ കാലം ഇന്തോനേഷ്യയിലായിരുന്നു. അപ്പോൾ ഈ ഓപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ശങ്കർ, ഓപ്പോളെ മോൻ ശങ്കർ ഞാനൊക്കെ ഒരേ പ്രായമാണ്. അപ്പോൾ അവൻ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഓപ്പോൾ സ്കൂൾ ഇവിടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെക്കേഷനിൽ ഓപ്പോൾ പോവും. 2 മാസം വെക്കേഷനിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പം ഒരു പ്രതീക്ഷയാണ്, അപ്പോൾ ഒന്നും ഇല്ലാതെ വരില്ല, എന്തെങ്കിലും ഞങ്ങൾക്ക് കൊണ്ടുവരും, ഡ്രസ്സായിട്ടോ. ഞാൻ ആദ്യമായിട്ട് കണ്ടീഷണർ, നല്ല ഷാമ്പു യൂസ് ചെയ്യുന്നത് ചെറിയപ്പോൾ കൊണ്ടു തന്നിട്ടാണ്. ആദ്യമായിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് ചെറിയപ്പോൾ കൊണ്ടു തന്നിട്ടാണ്. അന്നും ഈ പറഞ്ഞ മാതിരി കണ്ടീഷണർ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ്. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് മുടി ഇങ്ങനെ ഹെയർ ബോ വെച്ചിട്ട് പോകും. അന്ന് മുടി എനിക്കുണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഷാമ്പൂ ഒക്കെ ചെയ്തിട്ട് കണ്ടീഷണറൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഭയങ്കര സ്റ്റൈലാക്കി നടന്നതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു എന്താ ഈ മുടി, എന്താ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ. അന്ന് കണ്ടീഷണർ എന്നൊക്കെ പറയുന്നത് വളരെ വിരളമായിട്ട് കിട്ടും. എനിക്ക് തോന്നിയില്ല ഷോപ്പിലൊക്കെ കണ്ടീഷണർ പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന്. ഓപ്പോൾ പറഞ്ഞു തന്നതാണ് ഇങ്ങനെ ഷാമ്പൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ തലയിൽ തേച്ചതിന് ശേഷം വെള്ളമൊഴിച്ച് കഴുകണം എന്നൊക്കെ ഓപ്പോൾ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടീഷണർ തേക്കുന്നത്. അപ്പോൾ ഓപ്പോൾ വരുമ്പോൾ ഒരു പ്രതീക്ഷയാണ്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ, നമ്മൾ കാണാത്ത കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരും. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് ഞാൻ എൻ്റെ വാച്ച് കെട്ടിയത് ചെറിയപ്പോൾ കൊണ്ടു തന്നാണ്. സിറ്റിസൻ്റെ ഒരു ഗോൾഡൻ സ്ട്രാപ്പുള്ള വാച്ച്, അത്യാവശ്യം അത് നല്ല ബ്രാൻഡാണല്ലോ. അപ്പോൾ അത് ഞാൻ പൊന്നുപോലെ കൊണ്ട് നടന്നൊരു വാച്ചായിരുന്നു. പക്ഷെ അത് എങ്ങനെയൊക്കെയോ കാണാതെയായിപ്പോയി, കളഞ്ഞുപോയി ആ വാച്ച്. അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ടാവും, അത് ഞാൻ ഓർമ്മകൾ സൂക്ഷിച്ച് വെക്കുന്ന ഒരു തരം സൂക്കടുകാരി ആയതുകൊണ്ട് അത് ഒരിക്കലും ഞാൻ കളയില്ല, അതുണ്ടാവുമായിരുന്നു. പിന്നെ എനിക്ക് ഓപ്പോൾ ഇതേമാതിരി തന്നെ ചെറിയോപ്പോൾ തന്നെയാണ് കല്ല് വെച്ചിട്ടുള്ള വാച്ച്, പിങ്ക് കല്ല് വെച്ച് കുറച്ചൊരു ഫാൻസി ആയിട്ടുള്ളൊരു വാച്ച് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ലക്ഷ്മിയും ഞങ്ങളിങ്ങനെ മാറി അപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഞാനൊരു പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറൊക്കെ ആയിട്ടുണ്ട് ആ വാച്ച് കിട്ടിയപ്പോൾ. ഡിഗ്രി ഫസ്റ്റ് ഇയർ, പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ, ആ കാലഘട്ടത്തിലാണ് ആ വാച്ച് കിട്ടുന്നത്. അതൊരു ചെയിൻ വാച്ചാണ്. അതും ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അതൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വലിയ സ്റ്റൈലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടി ഈ കയ്യോ വളരെ കൂടുതലായിട്ട് ഈ കൈ ഉപയോഗിക്കും. നമ്മൾ അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ, എന്താലേ എന്നൊക്കെ, വല്ലാണ്ട് എന്താലേ എന്നൊക്കെ പറയും, ഇത് കാണണ്ടേ, അങ്ങനത്തെ ഒക്കെ ഒരു കാലം.
ആ വാച്ച് ഇപ്പോൾ അടുത്ത് വരെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ചാലപ്പുറത്ത് പോയി തിരഞ്ഞാൽ കിട്ടും. കാരണം ഞാൻ ഉപയോഗിച്ചിട്ട് പിന്നെ കൊടുക്കണം ഞാൻ ലക്ഷ്മിക്കാണ്. എനിക്ക് അടുത്ത വാച്ച് കിട്ടുമ്പോൾ ഞാനത് ലക്ഷ്മിക്ക് കൈമാറിയതുകൊണ്ട് അത് ഓളെ കസ്റ്റഡിയിലാണ്. അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കത് പോയോന്ന് അറിയില്ല, കല്യാണം കളവാണോ ഒക്കെ ആയിട്ട്. അല്ല, ഇപ്പം ലേറ്റസ്റ്റ് അവിടെ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കളഞ്ഞോന്ന് എനിക്ക് അറിയില്ല. അത് അല്ലെങ്കിൽ അത് ഞങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചൊരു വാച്ചായിരുന്നു. എത്രയോ കാലമായിട്ടുണ്ടായിരുന്നു ആ വാച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വാച്ച് വാങ്ങിച്ചിരുന്നത് രാജുവേട്ടനാണ്. കല്യാണത്തിൻ്റെ മുന്നേ എനിക്ക് എന്താ എൻ്റെ ബർത്ത്ഡേക്കാണോ എന്നറിയില്ല, അന്ന് രാജുവേട്ടൻ എനിക്ക് ആദ്യമായിട്ടൊന്നും പിന്നെ പറയാൻ പാടില്ലല്ലോ അല്ലേ. പിന്നെ ഞാൻ കിട്ടിയ വാച്ചാണ് ഇത് ടൈറ്റാൻ്റെ വാച്ച് തന്നെയാണ്. ഇതൊരു ക്യൂട്ടായിട്ടാണ് കണ്ട. കൈ കെട്ടിയ ഭയങ്കര സുന്ദരിയാണ്. കൈ കെട്ടിയ ഒരു ഭയങ്കര ഭംഗിയാണ് ഈ വാച്ചിനെ കാണാൻ. ഒരു ബ്ലൂ സ്ട്രാപ്പായിട്ട്, ഒരു നേവി ബ്ലൂ അല്ലേ ഇത്, ഡാർക്ക് ബ്ലൂ സ്ട്രാപ്പായിട്ട്. പക്ഷേ സ്ട്രാപ്പൊക്കെ ചീത്തയായിട്ടോ, ഒരുപാട് വർഷങ്ങളായത്. ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഇത് നന്നാക്കിയാൽ ചിലപ്പോൾ വർക്ക് ചെയ്യായിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷം നിങ്ങളെ കാണിക്കാൻ എടുത്തപ്പോഴേ ഇങ്ങനെയൊക്കെ വെച്ചപ്പോൾ ഇതിന് വല്ലാത്തൊരു ഫീല് വന്നു. ഞാൻ രാജുവിനോട് ചോദിച്ചിട്ട് ഇതൊന്ന് നന്നാക്കി തരാൻ പറയും. സെയിം സ്ട്രാപ്പ് വെച്ചിട്ട് നല്ല ഭംഗിയില്ലേ, ഒരു ക്യൂട്ടായിട്ടുള്ള വാച്ച്. ഇത് ഞാൻ സൂക്ഷിച്ച് വയ്ക്കുക, വർക്ക് ചെയ്യുന്നില്ല. എന്നാലും ഇപ്പോൾ അത് വർക്ക് ചെയ്തില്ലെങ്കിൽ സ്ട്രാപ്പ് മാറ്റിയിട്ട് വെറുതെ ഭംഗിക്ക് കെട്ടിപ്പോയിക്കൂടി അല്ലേ. ആരും ചോദിച്ചാൽ ഇത്ര നേരം ഓടിയെന്ന് ഇപ്പം നിന്നു എന്നിട്ട് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഈ വാച്ചാണ് എനിക്ക് പിന്നെ കിട്ടിയ വാച്ച്. ഇത് മുതൽക്ക് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേ വാച്ചൊന്നും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഓർഡറൊന്നുമില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ള വാച്ചുകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ എനിക്ക് രാജുവിടെ വാങ്ങി തന്ന വാച്ചാണ് ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഈ വാച്ച്. ഇത് ഏതോ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണോ അല്ലെങ്കിൽ നമ്മളെ പിറന്നാളിനോ എന്തിനോ ഒന്ന് ആണ്. എന്തായാലും ഈ വാച്ച് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട വാച്ചാണ്. ജീൻസിനൊക്കെ ഇട്ട് പോകാൻ, മോഡേൺ ഡ്രസ്സിനൊക്കെ ഇട്ട് പോകുമ്പം ഭംഗിയാണ്. അധികം ഞാൻ ജീൻസൊക്കെ ഇടുമ്പം ഈ വാച്ച് പോകാറുണ്ട്. ഇതും ഇതേമാതിരി നല്ലൊരു സ്ട്രാപ്പിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് ആ വാച്ച്. പിന്നെ എനിക്ക് കിട്ടിയ വാച്ചാണ്, എൻ്റെ കയ്യിലുള്ള വാച്ചാണ് സെയിം. ഈ ഒരു വാച്ച് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല സുന്ദരിയാണ്. കയ്യിൽ ഇങ്ങനെ ഇട്ട് പോകുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ് ഈ വാച്ചൊക്കെ. എനിക്ക് ഇഷ്ടമാണ് ഈ വാച്ചിനൊക്കെ കെട്ടിപ്പോവാൻ. ഇങ്ങനെ കൊളുത്തുക ഇവിടെ സാരിക്കൊക്കെ നല്ല ഭംഗിയാണ്. ചുരിദാറിനൊക്കെ ഇട്ട് പോകുമ്പം ഇടാൻ പറ്റിയൊരു വാച്ചാണ് ഇത്. സുന്ദരിയാണ്, സുസ്മിതയാണ്, സുഹാസിനിയാണ് ഈ വാച്ചൊക്കെ. ഇഷ്ടമാണ്, ക്യൂട്ടാണ് അല്ലേ. ഒരു തറവാടിത്തമുള്ളൊരു വാച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു വാച്ച് ഇതാണ്. ഇതും എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട വാച്ചാണ്. ടൈറ്റാൻ്റെ വാച്ച് തന്നെയാണ്. ഇതേമാതിരി ഏതോ ഒരു ബർത്ത്ഡേക്ക് എന്തോ വാങ്ങിച്ചെന്ന വാച്ചാണിത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാച്ചാണ്. എപ്പോഴും എൻ്റെ കയ്യിൽ കാണുന്നൊരു വാച്ച് ഇതാണ്. ഇതെനിക്കിഷ്ടമാണ്. ഇതെല്ലാ ഡ്രസ്സിനും ചേരുന്നൊരു ടൈപ്പ് വാച്ചാണ്. ജീൻസിലിടാം, ഫ്രോക്കിനിടാം, മിടിക്കിടാം. പിന്നെ പക്ഷേ സാരിക്ക് ഒരു പ്രത്യേക ടൈപ്പ് സാരിക്ക് ഇടാം അല്ലേ. അങ്ങനെ ഈ വാച്ചും എൻ്റെ ഫേവറേറ്റ് വാച്ചാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള വാച്ച് എനിക്കിഷ്ടപ്പെട്ട വാച്ചാണ് രാഗ. ഇത് നമുക്ക് നല്ല പട്ട് സാരി എടുക്കുമ്പം വേസ്റ്റും കൊണ്ടൊക്കെ ഇടുമ്പം ഈ ഒരു കയ്യിൽ ഇതിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഭംഗിയാണ് അല്ലേ. രാഗേൻ്റെ വാച്ചാണ്. ഇതിൻ്റെ ഈ ഒരു ചെയിൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ പണ്ടേ പലരും കയ്യിൽ കണ്ടിട്ട് കൊതിച്ചിട്ടുള്ളൊരു വാച്ചാണ്. ഇതെനിക്കിഷ്ടപ്പെട്ടു. നല്ല വാച്ചല്ലേ. രാഗേൻ്റെ ഈ ഗോൾഡൻ സ്ട്രാപ്പും പിന്നെ അതുപോലെ അതിൻ്റെ ഈ ഒരു സ്ട്രാപ്പൊക്കെ ഒരു സുന്ദരി, ഭയങ്കര ഒരു പിരി ആയിട്ടുള്ളൊരു സ്ട്രാപ്പ് എനിക്കിഷ്ടപ്പെട്ട ഒരു വാച്ചാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു വാച്ചാണ് ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു വാച്ചാണ്. ഇതും എനിക്കിഷ്ടപ്പെട്ട. ഇതിൻ്റെ ഡയലിൻ്റെ ഷേപ്പ് എനിക്കിഷ്ടമാണ്. കാണുന്നുണ്ടോ? ഇതിൻ്റെ സ്ട്രാപ്പും ഒരു അടിപൊളി സ്ട്രാപ്പാണ്. ഇതും എല്ലാ ഡ്രസ്സിനും ചേരുന്ന ഒരു വാച്ചാണ്. ഇത് നമുക്ക് ഇങ്ങനെ ടിക്കാണ്, ഇങ്ങനെ ബട്ടണാണ്. ഈ വാച്ചും എനിക്ക് ഇഷ്ടപ്പെട്ട വാച്ചാണ്. ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചാണ്. സെയിം എന്തോ ഒരു പിറന്നാളോ എന്തോ ഒന്നിന് വാങ്ങിച്ചെന്ന വാച്ചാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള വാച്ചാണ് ഇതിപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ഒരു റീൽ ഇട്ടിട്ട് ചെയ്തപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വാച്ച്. ഇത് ടൈറ്റാൻ്റെ തന്നെയാണ്. നമ്മൾ ടാറ്റ ക്ലിക്കെന്ന് രാജുവേട്ടൻ ഓൺലൈനിൽ വാങ്ങിച്ചെന്നൊരു വാച്ചാണ്. ഇതിൻ്റെ സ്ട്രാപ്പ് നല്ല രസമുള്ള ഒരു സ്ട്രാപ്പാണ്. ഇതും എനിക്കിഷ്ടപ്പെട്ട ഒരു വാച്ചാണ്. ഇതിൻ്റെ കൂടെ ഒരു വള ഉണ്ട് കേട്ടോ. ഈ വള ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോകണം. അത് ഞാൻ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ തന്നെ. ഈ വാച്ചും എൻ്റെ ഫേവറേറ്റ് വാച്ചാണ്, ഇഷ്ടപ്പെട്ട വാച്ചാണ്. സുന്ദരിയല്ലേ. ഇതും ഇതേമാതിരി ജീൻസിനിടാം, ഫ്രോക്കിനിടാം, മിടിക്കിടാം. പിന്നെ അത്യാവശ്യം നല്ല രസമുള്ള സാരികൾക്കിടാം. അതായത് പട്ട് സാരിയല്ല കേട്ടോ, അല്ലാത്ത സാരിക്കൊക്കെ ഇട്ട് പോകാൻ പറ്റിയ ഒരു വാച്ചാണ്. എനിക്കിഷ്ടപ്പെട്ട വാച്ചാണ്. കഴിഞ്ഞില്ലേ? ഇത്രയാണ് എൻ്റെ സ്വന്തം വാച്ച്. എൻ്റെ സ്വന്തമായിട്ടുള്ള വാച്ച് ഇത്രയാണ്. പിന്നെ ഞാൻ രാജുവേട്ടൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച 1-2 വാച്ചുകളാണ് പ്രോട്രക്ക്. ഈ ഒരു വാച്ച് ഇതെനിക്കിഷ്ടമാണ്. ജീൻസിനൊക്കെ ഇട്ട് പോകുമ്പം ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് പോകുമ്പം ഇടാനുള്ള ഒരു വാച്ച്. പിന്നെ അതേപോലെ തന്നെ ഫോസിലിൻ്റെ ഒരു വാച്ച്. ഇത് രണ്ടും രാജുവേട്ടൻ എനിക്ക് തന്ന വാച്ചാണ്. ഞാൻ രാജുവിൻ്റെ വാച്ച് അല്ലെങ്കിലും കെട്ടിപ്പോകും. ഇതിപ്പം അങ്ങനെയൊന്നും ഞാൻ നോക്കല്ല, ഞാൻ അങ്ങനെ കെട്ടിയിട്ട് പോകാറുണ്ട്. ഈ 2 വാച്ച് രാജുവേട്ടൻ്റെയാണ്. പിന്നെ എൻ്റെ കയ്യിലൊരു സുന്ദരി വാച്ച്, സീക്കോൻ്റെ ഒരു വാച്ച് ഉണ്ട്. ഇത് അച്ചച്ചൻ്റെ വാച്ചാണ്.
അച്ചച്ചൻ്റെ വാച്ച് ലക്ഷ്മി അവിടെ അച്ചച്ചൻ മരിച്ചതിന് ശേഷം ലക്ഷ്മി അച്ചച്ചൻ്റെ വാച്ചും അച്ചമ്മേൻ്റെ കണ്ണടയും ഞങ്ങൾ ഷോക്കേസിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അവിടെ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കുമ്പോൾ ഷോക്കേസൊക്കെ സുന്ദരം എനിക്കില്ലേ ഇതാവുക ചുണ്ട് എന്താ പറയുക. ഞാൻ പറഞ്ഞില്ലേ ഇതിട്ടുണ്ടായിരുന്നു, എന്താ ലിപ് ബാം ഇട്ടിട്ടേ ഒരു രസമല്ലേ, എന്തോ ഒരു തകരാറ്, അതെന്തോട് ചുണ്ടോട് എന്തോ ഒരു കളിക്കുണ്ടോ ഒരു സംശയം. അത് പോട്ടെ. സീക്കോൻ്റെ ഈ ഒരു വാച്ച് ഞാൻ വിചാരിച്ചു എനിക്ക് നന്നാക്കിയിട്ട് കെട്ടിയിട്ട് പോകാമല്ലോ, അച്ചച്ചൻ്റെ വാച്ചല്ലേ, സുന്ദരി അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിത് കെട്ടിയിട്ട് പോയി. പക്ഷേ അവർ പറഞ്ഞു ഇത് നന്നാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇത് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ കെട്ടിപ്പോയി പറഞ്ഞ മാതിരി ഇത്രയും നേരം ഓടിയിരുന്നു പെട്ടെന്ന് നിന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ അത് കെട്ടിപ്പോവും. രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ വാച്ചൊക്കെ. അങ്ങനെ ഞാൻ ആരെ വാച്ചും കിട്ടും, അങ്ങനെ ആണുങ്ങളെ വാച്ചൊന്നും നിൽക്കില്ല, ഞാൻ എന്ത് കണ്ടാൽ കെട്ടിപ്പോവും അത്രയ്ക്കും. അപ്പോൾ ഇത്രയാണ് എൻ്റെ വാച്ച് കളക്ഷൻ. ഇത്രയും സാധനങ്ങളാണ് എനിക്കുള്ളത്. ഒക്കെ രാജുവേട്ടൻ വാങ്ങിച്ചു തന്നതും ആദ്യമായിട്ട് ചെറിയപ്പോൾ വാങ്ങിച്ചു തന്നതുമായിട്ടുള്ള വാച്ചുകളാണ്. രാജുവേട്ടൻ്റെ കയ്യിലുള്ള വാച്ചുകൾ കാണിച്ചിടാം. എൻ്റെ കയ്യിൽ പാവം ടൈറ്റാൻ്റെ ഒക്കെ വാച്ചാണ്. രാജുവേട്ടൻ്റെ കയ്യിൽ ഇത് അർമാനി അങ്ങനെ തന്നെയല്ലേ ഇത് പ്രൊനൗൺസ് ചെയ്യുക, അർമാനി ആന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങളത് മനസ്സിലാക്കും, അല്ലെങ്കിൽ തിരുത്തി തിരുക്കിയറിയില്ല. രാജുവേട്ടൻ കേട്ട പറയും എന്നെ നാണം കെടുത്തരുതെന്ന് ചിലപ്പോൾ പറയും, സാരില്ല. ഇത് മറ്റേ ഹിൽ ഫിഗറിൻ്റെ വാച്ച്, ഇത് ഞാൻ സെലക്ട് ചെയ്ത വാച്ചാണ്. ഞാനും രാജുവേട്ടനും കൂടെ പോയിട്ട് വാങ്ങിയ വാച്ചാണ്, ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത വാച്ച. പിന്നെ ടിസോട്ട്, ഇതൊക്കെ ഞാൻ കെട്ടലിൻ്റെ ഇടയ്ക്ക്. പക്ഷേ ഇതൊന്നും എനിക്ക് താങ്ങൂല, ഭയങ്കര വെയിറ്റ്. അതൊന്നും ഇട്ടിട്ട് ഡാൻസ് ചെയ്യാനൊന്നും പറ്റില്ല, എൻ്റെ ഭയങ്കര വെയിറ്റാണ് ഈ കുന്തത്തിനൊക്കെ. ഇനി ലൂസുമാണ്, തെറിച്ചിട്ട് അപ്പുറത്തി ആളെ മുഖത്തേക്കൊക്കെ പോയി തെറിച്ചാലോ. ഇത് വെറുതെ ഷോക്കൊക്കെ കെട്ടിയിട്ട് എനിക്കിഷ്ടമാണ്, ഞാൻ കെട്ടി പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ രാജുവേട്ടൻ്റെ വാച്ചാണെങ്കിലും ഞാനും കെട്ടാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ. ഞാനും ഇടയ്ക്ക് കെട്ടിപ്പോകും ഇങ്ങനത്തെ വാച്ചൊക്കെ, എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ വാച്ചൊക്കെ കെട്ടാൻ. പിന്നെ ഇത് സീക്കോ, ഇതിൻ്റെയൊക്കെ സ്ട്രാപ്പ് നല്ല രസമുള്ള സ്ട്രാപ്പുകളാണ് രാജുവേട്ടൻ്റെ, എനിക്കിഷ്ടപ്പെട്ട സ്ട്രാപ്പുള്ള വാച്ചാണ്. പിന്നെ ഇതും അർമാനി തന്നെയല്ലേ പ്രൊനൗൺസ് ചെയ്യുക, അർമാനി, അതെ അല്ലേ. ഇതും ഒരു ഭംഗിയുള്ള വാച്ചാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വാച്ചൊക്കെ വാങ്ങുമ്പോൾ എന്നോടും ചോദിക്കും കേട്ടോ, അത് നല്ല ഭംഗിയില്ലേ, ഈ സ്ട്രാപ്പും ഇത് വാങ്ങിയാലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് ഈ വാച്ചും. പിന്നെ ഇതേതാ, ഇത് അർമാനി അല്ല കേട്ടോ, ഇതേതാ, ഏതോ ഒരു വാച്ച് ഞാൻ തെറ്റി പറഞ്ഞു പോയി. ഇത് ഇല്ല, സീക്കോ അല്ല, ഏതോ ഒരു വാച്ച് ഉണ്ടല്ലോ, ഇതാണ്. ഇത് അഡിഡാസിൻ്റെ വാച്ചാട്ടോ, ഇത് അഡിഡാസാണ് ഈ വാച്ച്. ഇത് ഭംഗിയാണ് കെട്ടിപ്പോയാൽ, പെണ്ണുങ്ങൾക്കും കെട്ടാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതും അർമാനി, ഇത് ഞാൻ കാണിച്ചു തന്നല്ല ഈ വാച്ച്, ഇത് സീക്കോ, ഇത് അർമാനി ഈ വാച്ചുകൾ. അപ്പോൾ ഇത് ഞാൻ എന്താ പറഞ്ഞു തരുന്നതെന്നറിയോ, ഇത് രാജുവേട്ടൻ്റെ വാച്ചാണെങ്കിലും ദൈവമേ ഇതൊക്കെ കൂടെ വീണാ ഞാൻ, ഇത് രാജുവേട്ടൻ്റെ വാച്ചാണ്, ഇത് രാജുവേട്ടൻ്റെ വാച്ച്, ഇതെൻ്റെ വാച്ച്. പക്ഷേ ഇതും ഞാൻ കെട്ടിപ്പോകും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾ ഭർത്താക്കന്മാരുടെ കയ്യിൽ നല്ല രസമുള്ള വാച്ച് ഉണ്ടെങ്കിൽ ഇത് എങ്ങനെയാ, അത് ആണുങ്ങളെ വാച്ചല്ലേ എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, നമ്മൾ കെട്ടിപ്പോവും. രാജുവിൻ്റെ ഷർട്ടും ടീഷർട്ടൊക്കെ ഞാൻ ഇട്ട് പോകാറുണ്ട്, ആരാ ചോദിക്കാൻ വരിക, അത്രയ്ക്കോ. ഇതൊക്കെ നമുക്ക് കെട്ടാം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നല്ല വാച്ചൊക്കെ ഉണ്ടെങ്കിൽ അറിയാത്ത മാതിരി കെട്ടിയിട്ട് പോകും. കുറച്ച് ലൂസായാലൊക്കെ രസമാണ്, ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്ന് മാത്രം, അപ്പുറത്തെ മുഖത്ത് വന്ന് തട്ടും. അപ്പോൾ ഇത്രയാണ് എൻ്റെ വാച്ച് കളക്ഷൻസ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബായ്, അടുത്ത വീഡിയോ ആയിട്ട് വരാം. പിന്നെ ആരും ചെരുപ്പിൻ്റെ ഞാൻ പറഞ്ഞോ, ചെരുപ്പ് ചോദിച്ചു, ചെരുപ്പിൻ്റെ കളക്ഷൻ. എൻ്റെ ചെരുപ്പൊന്നുമില്ല, 3 ചെരുപ്പുണ്ട്. ഒന്ന് ഒരു 10-250 രൂപയുള്ളൂ. ഞാൻ SM സ്ട്രീറ്റിൽ നിന്ന് റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയൊരു ചെരുപ്പാണ്, ഒരു ഷൂ ആണ്. അതെന്താ വെച്ചാൽ സോഫ്റ്റാണ്, കാല് പൊട്ട ഒന്നുമില്ല, നല്ല സുന്ദരി ചെരുപ്പ്. അതിന് ഞാൻ എന്തിനാണ് വാങ്ങിച്ചെന്ന്, അത്യാവശ്യം അമ്പലത്തിലൊക്കെ പോകുമ്പോഴേ ചെരുപ്പ് അയച്ചിട്ട് നമ്മൾ തൊഴാൻ പോയാലേ, അതും കൊണ്ട് ആൾക്കാർ പോയി കഴിഞ്ഞാൽ എന്തിനു പറ്റും, 250 രൂപയല്ലേ പോയുള്ളൂ, നമുക്ക് സമാധാനിക്കാം. പിന്നെ എൻ്റെ കയ്യിലൊരു മോച്ചീൻ്റെ ചെരുപ്പുണ്ട്, അത് അത്യാവശ്യം നല്ല വില ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അമ്പലത്തിലേക്കൊന്നും പോകാതെ ആ ചെരുപ്പിട്ട് പോകാൻ വയ്യ. പിന്നെ എനിക്ക് കല്യാണത്തിന് പോകുമ്പോൾ കല്ലും പുല്ലും വെച്ചിട്ടുള്ള ഒരു സുന്ദരി ചെരുപ്പുണ്ട്. ഈ 3 ചെരുപ്പ് അല്ലാതെ എൻ്റെ കയ്യിൽ വേറെ ചെരുപ്പുകളില്ല. അതുകൊണ്ടാണ് വാച്ച് അത്യാവശ്യം ഒരു 4-5 ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വാച്ചുകൾ മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്. ഇപ്പം നിങ്ങൾ വിചാരിക്കില്ല എനിക്ക് ഞാൻ വാച്ചൊക്കെ എവിടെയാണ് വെക്കണമെന്നത്. ഞാൻ എൻ്റെ അലമാര അങ്ങോട്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ദൈവങ്ങളുണ്ട്, ബൊമ്മയുണ്ട്, ക്യൂടെക്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചതാട്ടോ. അതൊക്കെ എൻ്റെ കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. കണ്ട കുങ്കുമമുണ്ട്,
ജപമാല ഉണ്ട്, ഇവിടെയൊക്കെ എന്തൊക്കെയോ എൻ്റെ ബ്രേസ്ലെറ്റ്സുകളുണ്ട്. ഇവിടെയാണ് ഞാൻ വാച്ച് വെക്കുക. അപ്പം എല്ലാവരും എന്നോട് ഈ വാച്ച് വെക്കുമ്പോൾ നമുക്ക് വാച്ച് വെക്കാനുള്ളൊരു സാധനമൊക്കെ ഉണ്ട്, ആമസോണിൽ നിന്ന് കിട്ടണേ ഒരു സുന്ദരി പാത്രം, സുന്ദരി പെട്ടിയുണ്ട്. ആർക്കും അതിനൊക്കെ ക്ഷമ, ഇതെടുത്ത് ഓടാൻ എനിക്ക് ഇഷ്ടമുള്ളൂ. ഇത് തിരിച്ചതിൽ വെക്കാനൊക്കെ ഭയങ്കര സങ്കടമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വാച്ച് ഇങ്ങനെ വെക്കും, എനിക്ക് അത്രയ്ക്ക് ക്ഷമയില്ല. അതുകൊണ്ട് വാച്ചിന് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഓടുകയും. ഇങ്ങനെ ഒരു അലമാര കേട്ടോ, ഈ അലമാരേൻ്റെ ഉള്ളിലാണ്. ഇവിടെ എൻ്റെ കമ്മലുകൾ, ഈ സൈഡിൽ കമ്മലുകൾ 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 ഇതൊക്കെ ഞാൻ പ്രാവശ്യം കാണിച്ചതാണ്. ഇവിടെയും ഉണ്ടല്ലോ ദൈവം, എൻ്റെ ഫാൻസി സാധനങ്ങളെ ദൈവം കാത്തോടും, അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. കുറേ ഇതിനുള്ളിലൊക്കെ കമ്മലുകളാണ്. ഇത് എൻ്റെ വാച്ച്, ബൊമ്മകൾ, ഇത് എൻ്റെ മാലകൾ. ഇത് പഴയ ഒരു അലമാര കേട്ടോ, പഴയ ഒരു അലമാര, രാജുവേട്ടൻ്റെ വീട്ടിലത്തെ പഴയ ഒരു അലമാര. ഇവിടെ ഇത് നിഷേൻ്റെ അലമാരയായിരുന്നു. അപ്പം ഞാൻ മെല്ലെ ഇതിലിൻ്റെ ഈ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു. താഴെ കുറച്ച് ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. രാജുവേട്ടൻ്റെ വാച്ചുകൾ രാജുവേട്ടൻ ഇങ്ങനെ ഇതിൻ്റെ ഈ ഡ്രസ്സിൻ്റെ സൈഡിൽ ഇങ്ങനെ വിൽക്കുക ചെയ്ത്. രാജുവേട്ടന് വേണമെങ്കിൽ ക്ഷമ ഉണ്ട്, രാജുവേട്ടൻ ഭയങ്കര ക്ഷമയുടെ പര്യായമാണ്. ഇങ്ങനെ മെല്ലെ തുറന്നൊക്കെ എടുത്ത് വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് അത്ര ക്ഷമയില്ല, എനിക്ക് എടുത്ത് ഓടണം, തിരിച്ച് വെക്കലൊക്കെ കണക്കായിരിക്കും.